ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത ശ്ലോകം 16. അനന്ത വിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിര നകുല സഹദേവശ്ച സുഘോഷമണി പുഷ്പകൗ. ശ്രീഹരേ നമ. അനന്തവിജയം എന്നു പേരുള്ള ശംഖവും രാജ കുന്തി പുത്ര രാജാവും കുന്തിപുത്രനുമായ യുധിഷ്ഠിര ധർമ്മപുത്ര നകുല സഹദേവച നകുലിനും സഹദേവനും സുഘോഷമെന്ന മണി പുഷ്പകവും സുഘോഷ മണി പുഷ്പക എന്നീ ശംഖങ്ങളെയും മുഴക്കി. കുന്തിപുത്രനും രാജാവുമായ ധർമ്മപുത്രൻ അനന്ത വിജയമെന്നുള്ള പേരുള്ള ശംഖം മുഴക്കി. അനന്തരം നകുലിനും സഹദേവനും യഥാക്രമം സുഘോഷമെന്നും മണിപുഷ്പമെന്നും പേരുള്ള ശംഖങ്ങൾ ഉച്ചത്തിൽ ഊതി. ധർമ്മപുത്രർ തൽക്കാലം രാജാവ് അല്ലെങ്കിലും ഭാവിയിൽ രാജാവാകുമെന്നുള്ള ദൃഢനിശ്ചയത്താലാണ് സഞ്ജയൻ രാജ ഒന്ന് വിശേഷണം ചെയ്തിരിക്കുന്നത്. കാരണം സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പ്രതീകമായ കുന്തിയുടെ ആ പുത്രൻ ഭാവി രാജാവാണെന്ന് സഞ്ജയന് നല്ലതുപോലെ അറിയാം. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം. മൂർഖന്നൂർ ശ്രീഹരി തിരുമേനി ജി എഴുതിയ ശ്രീ ഹരിഗീത ഭഗവത്ഗീതയിലൂടെ ഒരു ഭക്തിയാത്ര എന്ന പുസ്തകത്തിലെ 4 വരികൾ. അനന്തരം കുന്തി തൻ്റെ പുത്രനായ യുധിഷ്ഠിരൻ അനന്തവിജയമെന്ന ശംഖു മുഴക്കി. സുഘോഷത്തെ ഭംഗിയായി ഊതിയല്ലോ നകുലനും മണിപുഷ്പകം വിളിച്ചു സഹദേവനും. ശ്രീഹരേ നമ. ഇന്ന് ആദിത്യ ഭഗവാന്റെ സ്തുതി കീർത്തനമായ സൂര്യാഷ്ടകം പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. ആദിദേവ നമസ്തുഭ്യം പ്രസീദ മമ ഭാസ്കര. ദിവാകര നമസ്തുഭ്യം പ്രഭാകര നമസ്തുതേ. സപ്താശ്വരഥമാരൂഢം പ്രചണ്ഡം കശ്യപാൽപജം ശ്വേതപൽപധരം ദേവം തം സൂര്യം പ്രണമാമ്യഹം. ലോഹിതം രഥമാരൂഢം സർവലോകപിതാമഹം മഹാപാപഹരം ദേവം തം സൂര്യം പ്രണമാമ്യഹം. ത്രൈഗുണ്യച്ഛ മഹാശൂരം ബ്രഹ്മവിഷ്ണുമഹേശ്വരം മഹാപാപഹരം ദേവം തം സൂര്യം പ്രണമാമ്യഹം. ബ്രഹ്മിദം തേജപുഞ്ജം ച വായുമാകാശമേവ ച പ്രഭും ച സർവലോകാനാം തം സൂര്യം പ്രണമാമ്യഹം. ബന്ധൂകപുഷ്പസങ്കാശം ഹാരകുണ്ടലഭൂഷിതം ഏകചക്രധരം ദേവം തം സൂര്യം പ്രണമാമ്യഹം. തം സൂര്യം ജഗൽകർത്താരം മഹാതേജപ്രദീപനം മഹാപാപഹരം ദേവം തം സൂര്യം പ്രണമാമ്യഹം. തം സൂര്യം ജഗതാം നാഥം ജ്ഞാനവിജ്ഞാനമോക്ഷദം മഹാപാപഹരം ദേവം തം സൂര്യം പ്രണമാമ്യഹം. സൂര്യാഷ്ടകം പഠേ നിത്യം ഗ്രഹപീഡാപ്രണാശനം. അപുത്രോ ലഭതേ പുത്രം ദരിദ്രോ ധനവാൻ ഭവേൽ. ആമിഷം മധുപാനഞ്ച യക്കരോതി രവദിനെ. സപ്തജന്മ ഭവേദ്യോഗി ജന്മ ജന്മ ദരിദ്രത. സ്ത്രീതൈലമധുമാംസാനി
യസ്ത്യജേത്തുരവേദിനെ നവ്യാധിശോകദാരിദ്ര്യം സൂര്യലോകം സഗച്ഛതി. ലളിതാർത്ഥം 1, 2, 3, 4, 5, 6 വരികളിലെ. ഹേ ആദിദേവ, അങ്ങേക്ക് നമസ്കാരം. ഹേ ഭാസ്കര, എന്നിൽ അവിടുന്ന് പ്രസാദിച്ചാലും. ഹേ ദിവാകര, പ്രഭാകര, അങ്ങേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. 7 കുതിരകളെ പൂട്ടിയ രഥത്തിൽ കയറിയവനും അത്യഷ്ണ സ്വരൂപനും കശ്യപന്റെ പുത്രനും വെളുത്ത താമരപ്പൂ കയ്യിൽ ധരിച്ചിരിക്കുന്നവനുമായ ആ സൂര്യനെ ഞാൻ നമസ്കരിക്കുന്നു. ചമന്ന് തേരിൽ കയറിയവനും എല്ലാ ലോകത്തിനും പിതാമഹനും മഹാപാപങ്ങളെ നശിപ്പിക്കുന്നവനുമായ ആ സൂര്യനെ ഞാൻ വന്ദിക്കുന്നു. ഗുണത്രയ സ്വരൂപനും മൂർത്തിത്രയ സ്വരൂപനും മഹാശൂരനും മഹാപാപങ്ങളെ ഹരിക്കുന്നവനുമായ ആ സൂര്യനെ ഞാൻ വന്ദിക്കുന്നു. വർദ്ധിച്ച തേജപുഞ്ചവും വായുവും ആകാശവുമായി സ്ഥിതി ചെയ്യുന്നവനും സർവ്വലോകങ്ങൾക്കും പ്രഭുവുമായ ആ സൂര്യനെ ഞാൻ വന്ദിക്കുന്നു. ചെമ്പരത്തിപ്പൂവിന് തുല്യമായ നിറമുള്ളവനും ഹാരം കുണ്ടലം ഇവയാൽ അലങ്കൃതനും ഒരു ചക്രത്തെ ധരിക്കുന്നവനുമായ സൂര്യനെ ഞാൻ വന്ദിക്കുന്നു. ശ്ലോകം 7-8. ലോകസ്രഷ്ടാവും മഹാ തേജസ്സിനെ വിളക്കുന്നവനും മഹാപാപങ്ങളെ നശിപ്പിക്കുന്നവനായ ആ ദേവനെ ഞാൻ വന്ദിക്കുന്നു. ലോകങ്ങൾക്ക് നാഥനും ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും മോക്ഷത്തെയും തരുന്നവനും മഹാപാപഹരനുമായ ആ സൂര്യനെ ഞാൻ വന്ദിക്കുന്നു. ശ്ലോകം 9, 10, 11. ലളിതാർത്ഥം. ദുർഗ്രഹ പീഡാദികളെ നശിപ്പിക്കുന്നതായ ഈ സൂര്യാഷ്ടകത്തെ നിത്യവും ജപിക്കണം. പ്രഭാതത്തിൽ ജപിച്ചാൽ പുത്രനില്ലാത്തവന് പുത്രനെ ലഭിക്കും, ദരിദ്രന് ധനം ലഭിക്കും. മാംസവും മദ്യവും ഞായറാഴ്ച നാൾ ഉപയോഗിക്കുന്നവൻ 7 ജന്മം രോഗിയായി ഭവിക്കും, ജന്മം തോറും ദരിദ്രനായും ഭവിക്കും. സ്ത്രീസേവ, എണ്ണതേപ്പ്, മദ്യസേവ, മാംസഭക്ഷണം ഇവയെ ഞായറാഴ്ച ചെയ്യാത്തവന് രോഗം, ദുഃഖം, ദാരിദ്ര്യം ഇവ ഉണ്ടാകുന്നില്ല. അവൻ സൂര്യലോകത്തെ ഗമിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.